ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ നമ്മുടെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ മുൻ ക്ലാസ്സുകളിൽ ഹിസ്റ്ററി ഓഫ് ടൈപ്പ് റൈറ്ററിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങളുമായി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ഒരു ഭാഗത്തായിട്ട് ഷിഫ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഷിഫ്റ്റ് കീയെക്കുറിച്ച് നമ്മൾ ഒന്ന് തൊട്ട് തലോടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഷിഫ്റ്റ് കീ എന്നും എന്തിനാണ് ഷിഫ്റ്റ് കീ നമ്മുടെ ടൈപ്പ് റൈറ്ററിൻ്റെ കീബോർഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. ഓക്കെ, നമുക്കറിയാം ഷിഫ്റ്റ് കീ എന്ന് പറയുന്നത് 1878 റെമിംഗ്ടൺ കമ്പനിക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ രണ്ടാമത്തെ മോഡലിൽ, ഓക്കെ ചരിത്രമൊക്കെ നമുക്കറിയാം, ഓക്കെ അവരുടെ രണ്ടാമത്തെ മോഡലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന ഒരു സംവിധാനമായിരുന്നു ഷിഫ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഷിഫ്റ്റ് കീ ഉൾപ്പെടുത്തിയതോടുകൂടി അന്നുണ്ടായിരുന്ന ഡബിൾ കീബോർഡ് എന്ന് പറയുന്ന സംവിധാനം, ഡബിൾ കീബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് അടിക്കാൻ മറ്റൊരു കീബോർഡ്, സ്മോൾ ലെറ്റേഴ്സ് അടിക്കാൻ മറ്റൊരു കീബോർഡ് എന്നൊരു സംവിധാനം ഒഴിവാക്കിക്കൊണ്ട് ഒരൊറ്റ സിംഗിൾ കീബോർഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ ലെറ്റേഴ്സിനെയും സ്മോൾ ലെറ്റേഴ്സിനെയും കൊണ്ടുവന്നിരുന്ന ഒരു മെത്തേഡായിരുന്നു ഷിഫ്റ്റ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഈ ഷിഫ്റ്റ് സിസ്റ്റം എന്ന് പറയുന്ന പരിപാടി നമ്മുടെ കീബോർഡിലേക്ക് എത്തിയ സമയത്ത് എന്തൊക്കെയാണ് ഷിഫ്റ്റ് സിസ്റ്റം കൊണ്ടുണ്ടായ ഗുണം എന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ ഡബിൾ കീബോർഡ് ഒഴിവായി. അതുപോലെ തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ ടൈപ്പ് റൈറ്റർ കീബോർഡിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഓർത്ത് വെച്ചിരിക്കുക, ഷിഫ്റ്റ് കീ എന്തിനു വേണ്ടിയാണ് പ്രസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായും പഠിച്ചു വെച്ചിരിക്കുക. നമുക്കൊരു ധാരണയുണ്ട്, നമുക്ക് അപ്പർ കേസ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ വലിയ അക്ഷരങ്ങൾ മാത്രം അടിക്കാനായിട്ട് മാത്രം നമ്മൾ ഷിഫ്റ്റ് കീ ഉപയോഗിക്കുന്നു. സത്യത്തിൽ അങ്ങനെയല്ല. ഷിഫ്റ്റ് കീ എന്ന് പറയുന്നത് നമുക്ക് അപ്പർ കേസ് ക്യാരക്ടർ അല്ലെങ്കിൽ വലിയ അക്ഷരം അടിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, മറിച്ച് ആ ക്യാപിറ്റൽ ലെറ്റേഴ്സിനോടൊപ്പം എന്തുകൂടി നമുക്ക് സിംബൽസ് എന്ന് പറയുന്ന ഒരു പരിപാടി കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ടൈപ്പ് റൈറ്റർ കീബോർഡിലുണ്ട്. നമ്പേഴ്സിനോടൊപ്പം സിംബൽസ് കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സിംബൽസും അതുപോലെ തന്നെ അപ്പർ കേസ് ക്യാരക്ടേഴ്സും. ഓക്കെ, അപ്പോൾ വ്യക്തമായും ഓർത്തു വെച്ചിരിക്കുക, ഷിഫ്റ്റ് കീ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പർ കേസ് ക്യാരക്ടറും സിംബൽസും നമുക്ക് അടിക്കാനായി ഉപയോഗിക്കുന്ന ഒരു കീ ആയിരുന്നു ഷിഫ്റ്റ് കീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഷിഫ്റ്റ് കീയുടെ എണ്ണം ചോദിക്കാം. എത്ര ഷിഫ്റ്റ് കീകളാണ് ടൈപ്പ് റൈറ്റർ കീബോർഡിലുള്ളത്? ഷിഫ്റ്റ് കീകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തു വെച്ചിരിക്കുക, ഷിഫ്റ്റ് കീകളുടെ എണ്ണം 2 എണ്ണമാണ്. കീബോർഡിൻ്റെ ഇടതുവശത്തും വലതുവശത്തുമായിട്ട് 2 ഷിഫ്റ്റ് കീകളാണ് ഉള്ളത്. അപ്പോൾ ഒരു സംശയം ഉണ്ടാകാം, ഷിഫ്റ്റ് ലോക്ക് കീ എന്താണെന്നൊരു സംശയം ഉണ്ടാകാം. എന്താണ് ഈ ഷിഫ്റ്റ് ലോക്ക് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞു അപ്പർ കേസ് ക്യാരക്ടേഴ്സും സിംബൽസും അടിക്കേണ്ടുന്ന സാഹചര്യത്തിൽ നമ്മൾ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുന്നതിനോടൊപ്പം ഏതാണോ അടിക്കേണ്ടുന്ന അക്ഷരം അതുകൂടി പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ കിട്ടാം, അല്ലെങ്കിൽ നമ്പേഴ്സിനോടൊപ്പമുള്ള സിംബൽസ് കിട്ടാം. ഓക്കെ, ഇനി ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ടൈപ്പ് ചെയ്തൊരു ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്യുന്ന സാഹചര്യത്തിൽ നിരന്തരമായി നമുക്ക് എന്ത് വേണം, അപ്പർ കേസ് ക്യാരക്ടേഴ്സ് വേണം, അല്ലെങ്കിൽ നിരന്തരമായി നമുക്ക് ഒരുപാട് സിംബൽസുകൾ വേണം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു വിരൽ കൊണ്ടുപോയി ഷിഫ്റ്റ് കീയിൽ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക, അതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള കീകൾ ടൈപ്പ് ചെയ്തുകൊണ്ട് ക്യാപിറ്റലും അതുപോലെ തന്നെ സിംബൽസും ടൈപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനുവേണ്ടി അത് എളുപ്പമാക്കാൻ വേണ്ടി നൽകിയിരിക്കുന്ന ഒരു സംവിധാനമാണ് ഷിഫ്റ്റ് ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഷിഫ്റ്റ് ലോക്ക് പ്രസ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ ഉണ്ടാകുന്ന മാറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷിഫ്റ്റ് ലോക്ക് കീ പ്രസ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരമായിട്ട് നമുക്ക് അപ്പർ കേസ് വേണം, അതല്ലെങ്കിൽ നമുക്ക് സിംബൽസ് വേണം. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷിഫ്റ്റ് ലോക്ക് കീ പ്രസ് ചെയ്യുന്നത്. ഷിഫ്റ്റ് ലോക്ക് കീ പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സിംബൽസും അപ്പർ കേസും പോകാം. അപ്പോൾ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സാഹചര്യത്തിൽ മാത്രം ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ക്യാപിറ്റൽ എ വേണം, എയിൽ ടൈപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഓരോ സിംബൽസ് വേണം, ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുന്നു, സിംബലിൽ പോയി ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇടത് കൈയിൽ അല്ലെങ്കിൽ ഇടത് കൈയുടെ ചെറുവിരൽ കൊണ്ട് ഇടതുവശത്തെ ഷിഫ്റ്റ് കീയും വലത് കൈയുടെ ചെറുവിരൽ കൊണ്ട് വലതുവശത്തെ ഷിഫ്റ്റ് കീയും പ്രസ് ചെയ്യുന്നു. അതിനോടൊപ്പം ഏത് അക്ഷരമാണോ ടൈപ്പ് ചെയ്യേണ്ടത്, ഏത് ക്യാപിറ്റൽ ലെറ്റർ ആണോ വേണ്ടുന്നത്, അതിന് അനുയോജ്യമായിട്ടുള്ള കീ നമുക്ക് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഷിഫ്റ്റ് ലോക്ക് കീയും അതുപോലെ തന്നെ ഷിഫ്റ്റ് കീയും മറന്നു പോകരുത്. ഷിഫ്റ്റ് കീ എന്ന് പറയുന്നത് 2 എണ്ണമാണുള്ളത്. ഷിഫ്റ്റ് ലോക്ക് എത്ര എണ്ണമാണേ, ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഷിഫ്റ്റ് കീയും ഷിഫ്റ്റ് ലോക്ക് കീയും. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഷിഫ്റ്റ് കീകൾ എന്ന് പറയുന്നത് ഒരു നോൺ ക്യാരക്ടർ കീ ആണ്. ഷിഫ്റ്റ് ലോക്ക് കീയും ഒരു നോൺ ക്യാരക്ടർ കീ ആണ്. എന്താണ് ക്യാരക്ടർ കീ, എന്താണ് നോൺ ക്യാരക്ടർ കീ, വിശദമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നോട്ട് ചെയ്താൽ മതി. അപ്പോൾ ക്യാരക്ടർ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ വ്യക്തമായ ഒരു ക്യാരക്ടർ ഉണ്ട്. ഇപ്പോൾ എ, ക്യാപിറ്റൽ എ, സ്മോൾ എ, ഇതൊക്കെ എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സ് ആണ്. നമ്പേഴ്സ് ഒരു ക്യാരക്ടറാണ്, സിംബൽസ് ഒരു ക്യാരക്ടറാണ്. ഇവ
ഒഴികെയുള്ള എല്ലാ കീസുമാണ് എന്ത് നോൺ ക്യാരക്ടർ കീസ് എന്ന് പറയുന്നത്. ഷിഫ്റ്റ് കീ ഒരു നോൺ ക്യാരക്ടർ കീ ആണ്. ഷിഫ്റ്റ് ലോക്ക് കീയും ഒരു നോൺ ക്യാരക്ടർ കീ ആണ്. എണ്ണം മറന്നു പോകരുത്. ഷിഫ്റ്റ് കീ എന്ന് പറയുന്നത് 2 എണ്ണവും ഷിഫ്റ്റ് ലോക്ക് കീ എന്ന് പറയുന്നത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഓർത്തു വെച്ചിരിക്കുക. ഇനി നമുക്ക് ഇതിൽ നടക്കുന്ന മെക്കാനിസം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷിഫ്റ്റ് കീ 2 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഒന്ന് ദാ ഇതും മറ്റൊന്ന് ദാ ഇവിടെ ആയിട്ട് വരുന്നത് 2 ഷിഫ്റ്റ് കീകളാണുള്ളത്. ഏത് വിരൽ കൊണ്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വലത് കൈയുടെ ചെറുവിരൽ കൊണ്ട് വലതുഭാഗത്തെ ഷിഫ്റ്റ് കീയും ഇടത് കൈയുടെ ചെറുവിരൽ കൊണ്ട് ഇടതുഭാഗത്തെ ഷിഫ്റ്റ് കീയും പ്രസ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം ദാ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ആ കീബോർഡിൻ്റെ ഇടതുവശത്തായിട്ട് ദാ ഈ കാണുന്നതാണ് ഷിഫ്റ്റ് ലോക്ക് കീ എന്ന് പറയുന്നത്. ഷിഫ്റ്റ് ലോക്ക് കീ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ദാ ഇവിടെ കാണുന്നതാണ് ഷിഫ്റ്റ് ലോക്ക് കീ എന്ന് പറയുന്നത്. അപ്പോൾ 2 ഷിഫ്റ്റ് കീകളുണ്ട്, അതിനോടൊപ്പം ഒരു ഷിഫ്റ്റ് ലോക്ക് കീയുമുണ്ട്. ഇനി ഇവിടെ നടക്കുന്ന പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോണേ. നമുക്കറിയാം പേപ്പർ ഇരിക്കുന്ന ഒരു ഭാഗമാണ് ദാ ഈ കാണപ്പെടുന്ന സിലിണ്ടർ അല്ലെങ്കിൽ പ്ലേറ്റൺ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത്. ഓക്കെ, നമുക്ക് പേപ്പർ ഇവിടെ ആയിട്ടാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്, ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് അടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പേപ്പർ ഇവിടെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഈ ഒരു ടൈപ്പ് ബാറുകളിൽ ദാ ഈ ടൈപ്പ് ചെയ്യുമ്പോൾ ഉയരുന്ന ഈ ഒരു ടൈപ്പ് ബാറിൽ 2 ക്യാരക്ടേഴ്സ് ആയിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്, അതിനകത്ത് കൊത്തി വെച്ചിട്ടുള്ളത്. ഓക്കെ, 2 ക്യാരക്ടറുകൾ ഇതിനകത്ത് കൊത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ, നോർമലി നമ്മൾ ഒരു ഷിഫ്റ്റ് ലോക്കിലോ അല്ലെങ്കിൽ ഷിഫ്റ്റ് കീയിലോ ഒന്നും പ്രസ് ചെയ്യാതെ നോർമലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കീ പ്രസ് ചെയ്യുമ്പോൾ, ഒരു ക്യാരക്ടർ കീ പ്രസ് ചെയ്യുമ്പോൾ ടൈപ്പ് ബാർ മുകളിലേക്ക് ഉയരുന്നുണ്ട്. ടൈപ്പ് ബാർ മുകളിലേക്ക് ഉയർന്നതിന് ശേഷം പേപ്പറിൽ പതിക്കുന്നുണ്ട്. നിങ്ങൾ വ്യക്തമായും നോക്കണം. ദാ ഇവിടെ താഴ്ഭാഗത്തായിട്ടും മുകൾ ഭാഗത്തായിട്ടും 2 ക്യാരക്ടേഴ്സാണുള്ളത്. ഞാൻ അറ്റ് എ ടൈം എച്ച് എന്ന് പറയുന്നൊരു ക്യാരക്ടർ ടൈപ്പ് ചെയ്യുമ്പോൾ പേപ്പറിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സിലിണ്ടറിൽ ഇരിക്കുന്ന പേപ്പറുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നത് ദാ ഈ ഒരു ടൈപ്പ് ബാറിൻ്റെ താഴ്വശത്തുള്ള താഴെ കൊത്തി വെച്ചിരിക്കുന്ന അക്ഷരം മാത്രമാണ് പേപ്പറുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നത്. നോക്കിയോണേ, എച്ച് ടൈപ്പ് ചെയ്യുന്നു. ഇനി ഏതൊരു അക്ഷരം ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും, ഏത് ക്യാരക്ടർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ പേപ്പറുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നത് ഈ താഴ്ഭാഗത്തുള്ള അക്ഷരമായിരിക്കും. അപ്പോൾ ഒരു ചോദ്യം വരാം, അതെന്തുകൊണ്ട് മുകൾ ഭാഗത്തെ അക്ഷരം അവിടെ കോണ്ടാക്റ്റ് വരുന്നില്ല? അത് നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം കൂടിയാണ്. ഈ സിലിണ്ടറിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പ്ലേറ്റൺ എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ ആകൃതി എന്താണ്? ഒരു റൗണ്ട് ഷേപ്പ് അല്ലേടെ? ഒരു റൗണ്ട് ഷേപ്പിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് റൗണ്ട് ഷേപ്പിൽ പ്ലേറ്റൺ നൽകിയിരിക്കുന്നു എന്നൊരു ചോദ്യത്തിന് കൂടി മറുപടിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ എച്ച് എന്ന് പറയുന്ന ക്യാരക്ടർ ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ ഇതൊരു റൗണ്ട് ഷേപ്പിലായതുകൊണ്ട് മാത്രമാണ് ഈ ക്യാരക്ടേഴ്സ് 2 എണ്ണത്തിൽ 1 മാത്രം പേപ്പറിൽ പതിക്കുന്നത്. നോക്കിക്കോണേ, ഞാൻ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഈ താഴ്ഭാഗം മാത്രമേ പേപ്പർ അല്ലെങ്കിൽ ഈ ഒരു പ്ലേറ്റണുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നുള്ളൂ. മുകൾ ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ തട്ടുന്നില്ല. കാരണം അത് റൗണ്ട് ഷേപ്പിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. റൗണ്ട് ഷേപ്പിൽ ഇരിക്കുന്നതുകൊണ്ട് മുകൾ ഭാഗം ഈ പേപ്പറുമായിട്ടോ അല്ലെങ്കിൽ ഈ പേപ്പർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സിലിണ്ടറുമായിട്ടോ അല്ലെങ്കിൽ പ്ലേറ്റണുമായിട്ടോ കോണ്ടാക്റ്റിൽ വരുന്നില്ല. അപ്പോൾ ഒരു സമയത്ത് ഒരൊറ്റ ക്യാരക്ടർ മാത്രം പതിയുന്നു. അതിന് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിലിണ്ടറിൻ്റെ ആകൃതി തന്നെയാണ്. സിലിണ്ടർ റൗണ്ട് ഷേപ്പിൽ ഇരിക്കുന്നത് കൊണ്ട് അറ്റ് എ ടൈമിൽ ഒരൊറ്റ ക്യാരക്ടർ മാത്രമേ എവിടെ പതിയുന്നുള്ളൂ, പേപ്പറിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സിലിണ്ടറിലേക്ക് വരുമ്പോൾ അവിടെ പതിയുന്നുള്ളൂ. 2 ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നിട്ടും ഒരൊറ്റ ക്യാരക്ടർ മാത്രം, ഒരേ സമയം ഒരൊറ്റ ക്യാരക്ടർ മാത്രം എന്തുകൊണ്ടാണ് പേപ്പറിൽ പതിയുന്നു എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടിയായിട്ടാണ് ഈ ഒരു സിലിണ്ടറിൻ്റെ റൗണ്ട് ഷേപ്പ് നമ്മൾ പറയേണ്ടുന്നത്. അപ്പോൾ സിലിണ്ടർ റൗണ്ട് ഷേപ്പിൽ ഇരിക്കുന്നത് കൊണ്ട് അവിടെ ഒറ്റ സമയത്ത് ഒരൊറ്റ അക്ഷരം മാത്രം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പതിയുന്നുണ്ട്. ഇനി മറ്റേതെങ്കിലും ഒരു ആകൃതിയിലായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയടേ. ഇവിടെ ഒരു ചതുരാകൃതിയിലാണ്. നമ്മൾ ഈ ഒരു സിലിണ്ടർ ചതുരാകൃതിയിലാണെങ്കിൽ ഈ ഒരു ടൈപ്പ് ബാർ മുകളിലേക്ക് ഉയരുമ്പോൾ 2 എണ്ണം കൂടെ ചെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നേരെ പോയി അതിനകത്തങ്ങ് പതി. ഓക്കെ, അപ്പോൾ അങ്ങനെ പതിയാതെ ഒരു സമയം ഒരൊറ്റ അക്ഷരം മാത്രം പതിയുന്നതിനുള്ള കാരണം ആ റൗണ്ട് ഷേപ്പ് ആണെന്ന് കൂടി ഓർത്തു വെച്ചിരിക്കുക. ഇനി നമുക്ക് ഷിഫ്റ്റ് കീയിലേക്ക് വരാം. അപ്പോൾ ഈ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ നടക്കുന്ന മാറ്റം എന്താണെന്ന് ശ്രദ്ധിച്ചോണേ നിങ്ങൾ. ഓക്കെ, ഈ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുമ്പോൾ ഇപ്പം നിലവിൽ താഴത്തെ അക്ഷരം മാത്രമല്ലേ പതിയുന്നത്. ഇനി ഞാൻ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തതിനോടൊപ്പം ഞാൻ പതിപ്പിക്കുമ്പോൾ നോക്കിക്കോണേ, ശ്രദ്ധിച്ചു നോക്കിക്കോണേ, ഇവിടെ പതിയുന്നത് ഈ ടൈപ്പ് ബാറിലെ മുകളിലത്തെ അക്ഷരമായിരിക്കും. നേരത്തെ ടൈപ്പ് ചെയ്തപ്പോൾ താഴ്ഭാഗമായിരുന്നു എങ്കിൽ ഇനി ടൈപ്പ് ചെയ്യുമ്പോൾ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുമ്പോൾ മുകൾ ഭാഗമായിരിക്കും ടൈപ്പ് ചെയ്യപ്പെടുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായി നിങ്ങൾ ശ്രദ്ധിച്ചോണം. 2 തരത്തിലുള്ള ഈ ഒരു സംവിധാനം പറയുന്നതിന് മുമ്പേ ഒരു 2 കാര്യം. ഓക്കെ, 2 തരത്തിലുള്ള ഷിഫ്റ്റ് സിസ്റ്റമാണുള്ളത്. ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കോണേ, നമ്മുടെ ബോർഡിൽ കാണാൻ പറ്റും വ്യക്തമായിട്ട് 2 തരത്തിലുള്ള ഷിഫ്റ്റ് സിസ്റ്റം. ഒന്ന് ക്യാരേജ് ഷിഫ്റ്റ് സിസ്റ്റം, മറ്റൊന്ന് സെഗ്മെൻറ്റ് ഷിഫ്റ്റ് സിസ്റ്റം.
ഓക്കെ, അപ്പോൾ ക്യാരേജ് അതുപോലെ തന്നെ സെഗ്മെന്റ്, ഈ രണ്ട് ഭാഗങ്ങളെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ ഒരു രണ്ട് ഷിഫ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് പറ്റൂ. നമുക്കറിയാം ക്യാരേജ് എന്ന് പറയുന്നത് ദാ ഈ കാണുന്ന ഹെവി ആയിട്ടുള്ള ഈ ഒരു വലിയ ഭാഗത്തിനെ നമ്മൾ മൊത്തത്തിൽ പറയുന്നത് ക്യാരേജ് എന്നാണ്. നമുക്ക് വരുന്ന വീഡിയോകളിൽ വീണ്ടും കൂടുതലായിട്ട് നമുക്ക് കീറി മുറിച്ചൊക്കെ ഒന്ന് പരിശോധിക്കാം. തൽക്കാലം നിങ്ങൾ ഈ ഒരു പേപ്പർ ഹോൾഡ് ചെയ്യുന്ന അത്യാവശ്യം ഭാരമേറിയ ഈ ഭാഗത്തിനെ ക്യാരേജ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ക്യാരേജ് എന്ന് പറയുന്ന ഒരുപാട് ഭാഗങ്ങൾ ചേരുന്ന എന്ത് ചെയ്യുന്നുണ്ട് ഒരു വലിയ ഭാഗമാണ് ക്യാരേജ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സെഗ്മെന്റ് എന്താണ്? സെഗ്മെന്റ് എന്ന് പറയുന്നത് ദാ ഈ ഒരു അർദ്ധവൃത്താകൃതിയിലിരിക്കുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ സെഗ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അർദ്ധവൃത്താകൃതിയിലിരിക്കുന്ന ഈ ഒരു ഭാഗത്തിനെ സെഗ്മെന്റ് എന്നും, ഈ ഒരു ഹെവി ആയിട്ടുള്ള അത്യാവശ്യം ഭാരമേറിയ ഒരു ഭാഗത്തിനെ നമ്മൾ ക്യാരേജ് എന്നുമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് ഭാഗങ്ങൾ വ്യക്തമാണെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് സിസ്റ്റം എന്താണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോണം. പഴയകാല ടൈപ്പ് റൈറ്ററുകളിൽ, ഓക്കെ, പണ്ട് കാലങ്ങളിൽ ആദ്യകാലങ്ങളിലുള്ള ടൈപ്പ് റൈറ്ററിൽ ക്യാരേജ് എന്ന് പറയുന്ന ഭാഗം മുകളിലേക്ക് ഉയരുന്നു. ക്യാരേജ് മുകളിലേക്ക് ഉയരുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഈ ക്യാരേജിൻ്റെ സിലിണ്ടറിനകത്താണ് പേപ്പർ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പേപ്പർ മുകളിലേക്ക് ഉയരുന്നു. മറ്റൊന്ന് സെഗ്മെന്റ് ഷിഫ്റ്റ് സിസ്റ്റം, സെഗ്മെന്റ് മുകളിലേക്ക് ഉയരുന്നു. കൂടുതൽ വ്യക്തമാക്കി തരാം. അപ്പോൾ ക്യാരേജ് എന്ന് പറയുന്നതും സെഗ്മെന്റ് എന്ന് പറയുന്നതും രണ്ട് തരത്തിലുള്ള ഷിഫ്റ്റ് സിസ്റ്റമാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇത് വ്യക്തമാണല്ലോ? ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഷിഫ്റ്റ് സിസ്റ്റം പ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് നേരത്തെ പ്രസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ക്യാരക്ടറിന് പകരം അതിന് മുകളിലുള്ള ക്യാരക്ടർ നമുക്ക് പതിയണം. അങ്ങനെയാണല്ലോ? അപ്പോൾ മുകളിലുള്ള ക്യാരക്ടർ പതിയണമെങ്കിൽ ഒന്നെങ്കിൽ സിലിണ്ടർ മുകളിലേക്ക് ഉയരണം. ഓക്കെ, സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പേപ്പറോട് ചേർന്ന സിലിണ്ടർ എന്ത് ചെയ്യണം? മുകളിലേക്ക് ഉയരണം. സിലിണ്ടർ ഉയരുമ്പോൾ സ്വാഭാവികമായിട്ടും പേപ്പർ ഉയരുമല്ലോ. അപ്പോൾ സിലിണ്ടറും പേപ്പറും ഉയരണം. ഇനി അതല്ല എങ്കിൽ, സിലിണ്ടർ മുകളിലേക്ക് ഉയർന്നില്ല എങ്കിൽ, നമ്മൾ സിനിമയിൽ പറയുന്നത് പോലെ നടി കുളത്തിലോട്ട് ചാടുമ്പോൾ കൂടെ ക്യാമറയും ചാട്ടെ എന്ന് പറയുന്നത് പോലെ എന്ത് ചെയ്യണം? ടൈപ്പ് ബാർ മുകളിലേക്ക് ഉയരണം. അല്ലെങ്കിൽ ഓക്കെ, ഒന്നെങ്കിൽ പേപ്പർ മുകളിലേക്ക് ഉയരണം, ഉയർന്ന് ടൈപ്പ് ബാറിൽ ആ രണ്ടാമത്തെ ക്യാരക്ടറിന് പ്രസ് ചെയ്യാൻ പറ്റുന്ന പരുവത്തിൽ ഇരുന്ന് കൊടുക്കണം. ഇനി അതല്ല എങ്കിൽ എന്ത് ചെയ്യണം? അവന് പറ്റുന്നില്ല, പേപ്പറിന് മുകളിലേക്ക് ഉയരാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ടൈപ്പ് ബാർ മുകളിലേക്ക് ഉയർന്നു കൊടുക്കണം. ഉയർന്നുകൊണ്ട് ആ രണ്ടാമത്തെ ക്യാരക്ടർ പ്രസ് ചെയ്യുന്ന രൂപത്തിലേക്ക് മാറിക്കൊടുക്കണം. ഈ രണ്ട് സംവിധാനങ്ങളാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. ഒന്നെങ്കിൽ പേപ്പർ മുകളിലേക്ക് ഉയർന്ന് സംവിധാനപ്പെടുത്തുക, രണ്ടാമത്തത് ടൈപ്പ് ബാർ മുകളിലേക്ക് ഉയർന്ന് സംവിധാനപ്പെടുത്തുക. ഈ രണ്ട് കാര്യങ്ങൾ ഓക്കെയാണേ. അപ്പോൾ ഷിഫ്റ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ പറഞ്ഞു, ക്യാരേജ്, മറ്റൊന്ന് സെഗ്മെന്റ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പേപ്പർ മുകളിലേക്ക് ഉയരുക എന്ന് പറയുമ്പോൾ ക്യാരേജ് ഷിഫ്റ്റ് സിസ്റ്റമാണ്. ഈ ഭാരമേറിയ ഈ ഒരു ഭാഗം ഉണ്ടല്ലോടെ, ഇത് മുകളിലേക്ക് ഉയരും. പണ്ട് കാലങ്ങളിലുള്ള ടൈപ്പ് റൈറ്ററിൽ ഉണ്ടായിരുന്ന ഷിഫ്റ്റ് സിസ്റ്റം ഈ രൂപത്തിലായിരുന്നു. അപ്പോൾ ക്യാരേജ് മുകളിലേക്ക് ഉയരുന്ന ഷിഫ്റ്റ് സിസ്റ്റമാണ് ക്യാരേജ് ഷിഫ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്യാരേജ് മുകളിലേക്ക് ഉയരുമ്പോൾ പേപ്പറും മുകളിലേക്ക് ഉയരും. പേപ്പറും മുകളിലേക്ക് ഉയർന്ന് നേരത്തെ പതിയാതിരുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോടെ, അത് പതിയുന്ന രൂപത്തിലേക്ക് പേപ്പർ മുകളിലേക്ക് ഒന്ന് ഉയർന്ന് അഡ്ജസ്റ്റ് ആക്കി കൊടുക്കും. ഇനി രണ്ടാമത്തെ ഷിഫ്റ്റ് സിസ്റ്റം, പേപ്പർ അവിടെ റെസ്റ്റിലിരിക്കും, അല്ലെങ്കിൽ അതിന് അനക്കമൊന്നുമില്ലാതെ ഈ ക്യാരേജ് അവിടെ അനങ്ങാതിരിക്കും. പകരം എന്ത് ചെയ്യൂടെ, നമ്മൾ ഈ ഒരു ഷിഫ്റ്റ് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? മുകളിലേക്ക് ദാ ഈ രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കണ്ടോടെ, ഈ രൂപത്തിൽ മുകളിലേക്കും താഴേക്കും എന്ത് ചെയ്യുന്നുണ്ട്? നോക്കിക്കോണേ, മുകളിലും താഴേക്കും ഈ ഒരു സെഗ്മെന്റ് എന്ന് പറയുന്ന ഭാഗം മുകളിലേക്കും താഴേക്കും ഉയരുന്നത് കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ സെഗ്മെന്റ് ഷിഫ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് ബാർ മുകളിലേക്ക് ഉയരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇങ്ങനെ മുകളിലേക്ക് ഉയരും. അതിനോടൊപ്പം കീയും കൂടെ പ്രസ് ചെയ്യുമ്പോൾ നോക്കിക്കോണേ, താണ്ടെ ഈ രൂപത്തിൽ നമുക്ക് നേരത്തെ പതിയാതിരുന്ന അക്ഷരം എന്ത് ചെയ്യുന്നുണ്ട്? പേപ്പറിലേക്ക് പതിയും. ഈ സമയത്ത് ആര് റെസ്റ്റിലാടേ? നമ്മുടെ പേപ്പറും ക്യാരേജും റെസ്റ്റിലായിരിക്കും. സെഗ്മെന്റ് അല്ലെങ്കിൽ ടൈപ്പ് ബാർ ഉൾപ്പെടുന്ന ആ ഒരു സെഗ്മെന്റ് എന്ന് പറയുന്ന ഭാഗമായിരിക്കും മുകളിലേക്കും താഴേക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ഉയർന്നുകൊണ്ട് പേപ്പറിൽ അക്ഷരങ്ങൾ പതിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് തരത്തിലുള്ള ഷിഫ്റ്റ് സിസ്റ്റമാണ്. ഒന്ന് ക്യാരേജ് ഷിഫ്റ്റ് സിസ്റ്റം, മറ്റൊന്ന് സെഗ്മെന്റ് ഷിഫ്റ്റ് സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഒരുപാട് നേരം കൊണ്ട് നിങ്ങളോട് പറയുന്നുണ്ട്, പഴയ കാലങ്ങളിൽ അല്ലെങ്കിൽ പണ്ട് കാലങ്ങളിലാണ് ക്യാരേജ് ഷിഫ്റ്റ് സിസ്റ്റം ഉപയോഗിച്ചിരുന്നത്, എന്തുകൊണ്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല? അപ്പോൾ സ്വാഭാവികമായ ഒരു ചോദ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയോടെ, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞു, ക്യാരേജ് എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ഭാരമേറിയ അല്ലെങ്കിൽ ഭാരം കൂടിയ ഒരു ഭാഗമാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ? അപ്പോൾ ഈ ഒരു ഭാരം കൂടിയ ഭാഗം എപ്പോഴും മുകളിലേക്ക് ഉയർന്നു താഴേക്ക് വരിക എന്ന് പറയുമ്പോൾ ആകെ ഒരു ചെറിയൊരു സംഭവമാണ് ഈ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ എന്ന് പറയുന്നത്. അതിനകത്ത് ഏറ്റവും കൂടിയ ഭാരം അല്ലെങ്കിൽ ഭാരം ഏറ്റവും കൂടിയ ഭാഗം തന്നെ മുകളിലേക്ക് ഉയർന്നു താഴേക്ക് വരിക, മുകളിലേക്ക് വരിക, താഴേക്ക് വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അലൈൻമെൻറ്റും ബാക്കിയുള്ള ഭാഗങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സംഭവിക്കത്തില്ലേടേ? ഭാരമുള്ള ഭാഗമല്ലേ മുകളിലേക്കും താഴേക്കും വന്ന് വീണുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള എന്ത് ചെയ്യുന്നുണ്ട്?
കേടുപാടുകൾ ഇതിന് സംഭവിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് ഇപ്പോഴുള്ള ടൈപ്പ് റൈറ്ററുകളിൽ ക്യാരേജ് ഷിഫ്റ്റ് സിസ്റ്റത്തിന് പകരം എന്തുപയോഗിക്കുന്നത്? സെഗ്മെൻറ്റ് ഷിഫ്റ്റ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. അപ്പോൾ സെഗ്മെൻറ്റ് ഷിഫ്റ്റ് സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ താരതമ്യേന ക്യാരേജിനേക്കാൾ ഭാരം കുറഞ്ഞതാണ് സെഗ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗവും അതിനോട് ഉൾപ്പെടുന്ന ടൈപ്പ് ബാറുകളും. അപ്പോൾ സെഗ്മെൻറ്റ് ഷിഫ്റ്റ് സിസ്റ്റം നേരത്തെ പറഞ്ഞതുപോലെ ക്യാരേജിനെ പോലെ അത്ര ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ടൈപ്പ് റൈറ്ററിന് കേടുപാടുകൾ സംഭവിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു രീതി എന്ത് ചെയ്യുന്നില്ല, ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് സെഗ്മെൻറ്റ് ഷിഫ്റ്റ് സിസ്റ്റമാണ് താരതമ്യേന ഏറ്റവും കൂടുതൽ ടൈപ്പ് റൈറ്ററിന് അനുകൂലമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സെഗ്മെൻറ്റ് ഷിഫ്റ്റ് സിസ്റ്റമാണ് ഇപ്പോഴുള്ള ടൈപ്പ് റൈറ്ററിൽ വരാനുള്ള കാരണം എന്ന് പറയുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതൊന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ നോക്കിക്കോണേ, നമുക്ക് അത്യാവശ്യം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്തു പോകാം. അപ്പോൾ ഷിഫ്റ്റ് സിസ്റ്റം നമ്മൾ 2 തരത്തിൽ പറഞ്ഞു. ഏതൊക്കെയാണ് 2 തരത്തിലുള്ള ഷിഫ്റ്റ് സിസ്റ്റം? ഒന്ന് ക്യാരേജ് ഷിഫ്റ്റ് സിസ്റ്റവും മറ്റൊന്ന് സെഗ്മെൻറ്റ് ഷിഫ്റ്റ് സിസ്റ്റവും. ഓക്കെയാണേ. ക്യാരേജ് ഷിഫ്റ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നോക്കിക്കോണേ, ദ എൻറ്റയർ ക്യാരേജ് നമ്മൾ പറഞ്ഞു. എൻറ്റയർ ക്യാരേജ് എന്ന് പറയുമ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്? വലിയ ഭാരമേറിയ ഒരു ഭാഗമാണ്. ലാർജ് അസംബ്ലി ഹോൾഡിംഗ് ദ പ്ലേറ്റൻ ആൻഡ് ദ പേപ്പർ. പേപ്പറിനെ ഹോൾഡ് ചെയ്തിരിക്കുന്ന പ്ലേറ്റിനോട് കൂടിയ മറ്റനുബന്ധ ഭാഗങ്ങളോട് കൂടിയ ഭാരമേറിയ ഭാഗം. ഓക്കെ, അതെന്ത് ചെയ്യുന്നുണ്ട്? മുകളിലേക്കും താഴേക്കും ഉയർന്നു താന്നുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അവിടെ പേപ്പർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? പേപ്പർ എന്ന് ഉൾപ്പെടുന്ന ക്യാരേജ് ആണ് മുകളിലേക്കും താഴേക്കും ഉയരുന്നതെന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇത്തരത്തിൽ ഉയരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഹെവി ആയിട്ടുള്ള ഫീൽ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? സ്വാഭാവികമായിട്ടും ഈ ഒരു ഭാരമുള്ള ഭാഗമാകുമ്പോൾ മുകളിലേക്കും താഴേക്കും ഇങ്ങനെ ഉയർന്നു പൊങ്ങി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് തകരാറ് സംഭവിക്കാം. അപ്പോൾ ഒരു ഹെവിയർ ഫീൽ തോന്നിക്കുന്നുണ്ട്. പൊട്ടൻഷ്യൽ ഫോർ അലൈൻമെൻറ്റ് ഇഷ്യൂസ് മുകളിലേക്കും താഴേക്കും ഈ ഭാരമുള്ള സാധനം പൊങ്ങി മുകളിലേക്കും താഴേക്കും വരുമ്പോൾ കൃത്യമായിട്ട് അക്ഷരങ്ങൾ പതിക്കുന്നതിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രയാസമുണ്ടാകാം. അതുമൂലം അലൈൻമെൻറ്റിൽ ഇഷ്യൂ ഉണ്ടാകാം. അലൈൻമെൻറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വരി ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പോകുമ്പോൾ അവിടെ ഏതെങ്കിലും അക്ഷരങ്ങൾ മുകളിലേക്കോ താഴേക്കോ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഓർഡർ കീപ്പ് ചെയ്യാതെ മാറിപ്പോകുന്ന പരിപാടിയല്ലേ. അപ്പോൾ അങ്ങനെ അലൈൻമെൻറ്റ് ഇഷ്യൂസ് ഉണ്ടാകാം. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പണ്ട് കാലങ്ങളിൽ എന്തുകൊണ്ടാണ് പണ്ട് കാലങ്ങളിലെ ടൈപ്പ് റൈറ്ററിൽ മാത്രമായിട്ട് ഇത് ഉപയോഗിച്ചതെന്ന് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ ഇപ്പോഴുള്ള കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ എന്താണ്? സെഗ്മെന്റ് ഷിഫ്റ്റ് സിസ്റ്റമാണ്. സെഗ്മെന്റ് ഷിഫ്റ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ സെഗ്മെന്റും അതിനോട് ഉൾപ്പെടുന്ന ടൈപ്പ് ബാറുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? മുകളിലേക്ക് ഉയരുകയും താഴുകയും ചെയ്യുന്നത്. അതുകൊണ്ട് താരതമ്യേന മറ്റേതിനേക്കാൾ കൂടുതൽ ഇപ്പോഴുള്ള കാലഘട്ടത്തിലുള്ള ടൈപ്പ് റൈറ്ററുകളിൽ സെഗ്മെന്റ് ഷിഫ്റ്റ് സിസ്റ്റം ഉപയോഗിക്കുന്നു. ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ടുള്ള എന്ത് ചെയ്യുന്നുണ്ട്? മേന്മകൾ ചോദിച്ചു കഴിഞ്ഞാൽ ലൈറ്റർ ഫീലാണ്, ബെറ്റർ അലൈൻമെന്റ് ആണ്, കോമൺ ഇൻ പോർട്ടബിൾ ആൻഡ് ലേറ്റർ മെഷീൻസ്. ഇപ്പോഴുള്ളതും അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പോർട്ടബിൾ ടൈപ്പ് റൈറ്ററും സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്ററുകളും. ഈ 2 വിഭാഗങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്ന സെഗ്മെന്റ് ഷിഫ്റ്റ് സിസ്റ്റമാണ് എന്നുകൂടി ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ സെഗ്മെന്റ് ഷിഫ്റ്റ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഇതുമായിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ ഇത്തരം വീഡിയോകളുമായിട്ട് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സുകളിൽ വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ നമ്മുടെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്രാഷ് കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അഡ്മിഷന് അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട എൻക്വയറികൾക്കുമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ എല്ലാവർക്കും ഒരു വിജയാശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി.